ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുക. അപ്പം ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഇവിടെ കുറേ ഗ്രോസറി സാധനങ്ങൾ തീർന്നിട്ടുണ്ട് ഗൈസ്. സോ ദെൻ പിന്നെ എൻ്റെ ബോഡി വാഷ്, ക്രീം, പിന്നെ കിച്ചണിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ, സ്നാക്സ് അതൊക്കെ തീർന്നു. സോ വെജിറ്റബിൾസ് അതൊക്കെ തീർന്നു. സോ അതൊക്കെ ഇനി വാങ്ങണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു 15th അല്ല 16th എൻ്റെ പാരൻസൊക്കെ ഇങ്ങോട്ടേക്ക് വരും. എൻ്റെ അനിയത്തിൻ്റെ അഡ്മിഷനായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുക. അപ്പം അവരൊരു ദിവസം ഇവിടെ ഉണ്ടാവും. 16th നൈറ്റ് വന്നിട്ട് നമ്മൾ 17th മോർണിംഗ് പോവുക. അപ്പം ഞാനും എല്ലാവരും കൂടി പോവും. അപ്പം അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ. പറ്റുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. that's that. And ഇപ്പം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകാം. പിന്നെ ഗൈസ് ഞാൻ പോകുന്നത് ഇവിടെ സബറിൻ്റെ അടുത്തൊരു റിലയൻസ്, ഐ തിങ്ക് സ്മാർട്ട് റിലയൻസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, അവിടെ നല്ല ഡിസ്കൗണ്ടാണ്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാൽ ഗൈസ്, ഞാനെന്താ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്, സോറി. ഓക്കെ, നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ പകുതി വില കൊടുത്താൽ മതി. നല്ല ഡിസ്കൗണ്ട് ഉള്ള ഷോപ്പ്. അപ്പം നമ്മളൊരു 400 സാധനം വാങ്ങിയിട്ട് 200 സംതിങ് കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് നല്ല ലാഭമുള്ള ഒരു ഷോപ്പാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട്. സോ that's that. ഇപ്പം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ഊബർ ബുക്ക് ചെയ്യാം. ഗൈസ് കണ്ടോ, എല്ലാത്തിനും കണ്ടോ ഓഫർ, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് കുറച്ചേ കിട്ടിയില്ല. ഞാൻ എൻ്റെ ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ഫുൾ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അതിനിപ്പം വേണമെങ്കിൽ ഞാൻ വേറൊരു കടയിൽ പോകേണ്ടി വരും. ഞാൻ വിളിച്ച് ഇവിടെ ഉണ്ടാവാറുണ്ട്, മേ ബി തീർന്നതായിരിക്കാം. സോ എനിക്ക് ഫുള്ള് കിട്ടിയിട്ടില്ല സാധനങ്ങൾ. ഇപ്പം കിട്ടിയ സാധനങ്ങൾ മാത്രമാണ്. അപ്പം എനിക്കറിയില്ല, ഇവിടെ എന്തോ പാട്ടൊക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയേ. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. അതിനിപ്പം ഞാൻ വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങേണ്ടി വരും. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബോഡി വാഷ് അതൊന്നും ഇല്ല ഇവിടെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ നിവ്യേൻ്റെ നോക്കി ക്രീം നോക്കട്ടെ. സോ ഇത്രയും സാധനങ്ങൾ ഇനി ബില്ല് ചെയ്യട്ടെ. പക്ഷെ എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം എനിക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ല ഗൈസ്. വേറെ ഷോപ്പ് കയറണം. പിന്നെ വെജിറ്റബിൾസ് ഞാൻ ഇവിടെ വാങ്ങാൻ നോക്കിയപ്പം ഇറ്റ്സ് നോട്ട് ഗുഡ്. കുറേ വാടിയതൊക്കെ പോലെ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇതിന് വാങ്ങിയില്ല. അപ്പോൾ ഞാൻ വെച്ചു ഞാൻ എപ്പോഴും പച്ചക്കറി വാങ്ങുന്ന ഒരു ചേട്ടനുണ്ട്, അവിടെ പോയിട്ട് വാങ്ങാമെന്ന്. അതിനിടയിൽ കൂടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഋതുവിന് ഒരു ഫേസ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ ഫേസ് വാഷ് ഇസ് ടു ഗുഡ്. കിടിലനാ. ഇതൊരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. കിടില ഫേസ് വാഷാണ്. സോ ഞാൻ അത് യൂസ് ചെയ്യുന്ന എൻ്റെ രോക്ക് തന്നെ യൂസ് ചെയ്യണം. സോ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 225 ആണ്. ഇവിടെ ആണെങ്കിൽ 165 കിട്ടും. അപ്പോൾ അമ്മ പറഞ്ഞു ഇതും കൂടി ഒന്ന് എടുക്കാൻ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തപ്പിക്കളിക്കുകയാണ് ഗൈസ്. ഇതങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടലില്ല, എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇപ്പം ഒന്ന് ബില്ലടിക്കട്ടെ. ഞാൻ ഇത്രയും ടൈം ഇവിടെ വേസ്റ്റ് ചെയ്ത് പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഗൈസ്. ബില്ലടിച്ചിട്ട് വരാം. നമ്മൾ കുറേ ടൈം എടുത്തു അവിടെ. കാരണം ഞാൻ അങ്ങനെ എത്ര ലിസ്റ്റ് ഉണ്ടാക്കി പോയാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ പലത്തിലേക്കും ജില്ല പോകും. വേറെ പല ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുക, അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതാണ് എൻ്റെ മെയിൻ ഒരു മിസ്റ്റേക്ക്. എത്ര വലിയ ലിസ്റ്റ് ഉണ്ടാക്കി പോയാലും ഞാൻ അവിടെ
അവിടെ എത്തി. ആ ലിസ്റ്റ് ഒന്നും ഞാൻ നോക്കൂല. ഇത് ലിസ്റ്റ് ഉണ്ടാവും, ഫോണിലെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും വേണ്ടാത്ത കുറേ ചോക്ലേറ്റ്സ് അത് ഇത് പറഞ്ഞ് എടുത്തിടും. അങ്ങനെ എൻ്റെ കുറേ ടൈം പോകും. പിന്നെ ആലോചിക്കുക ബില്ലെത്തിയെന്നോ വേണ്ട സാധനങ്ങൾ എടുത്തിട്ടൊക്കെ പോകും. ഇങ്ങനെ തന്നെയാണോ നിങ്ങളെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ തന്നെ എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇതേ അവസ്ഥ. അമ്മ എപ്പോഴും ചീത്ത അറിയില്ലേ, വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് വരിക, വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് വരിക, അല്ലാതെ ചുമ്മാ വേണ്ടാത്ത അവിടെ ഇവിടെയും കാണുന്ന കുറേ സാധനങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് വരുന്നു. എന്നിട്ട് അതുകൊണ്ടൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി പോകും. പക്ഷെ ഒരു കാര്യമില്ല ഗൈസ്. അപ്പം ഞാനതാ റൂമിലേക്ക് ആണ് ലൊക്കേഷൻ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ട് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം. വെജിറ്റബിൾസ് വാങ്ങാനുണ്ട്. അപ്പം അതൊക്കെ വാങ്ങാൻ കാണിച്ചു തരാം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന്. ഇപ്പോൾ മുടിക്ക് കൊളായി. നിങ്ങൾ എൻ്റെ കമ്മൽ കണ്ടോ? ഹൗസ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. ബടിയ എന്തെയാണ് ഗൈസ്. എന്തൊരു സ്വഭാവം എൻ്റെ അമ്മയ്ക്ക്. ഞാൻ നോക്കുമ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നേ. ഞാൻ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് ഉണ്ട് എനിക്ക് അയച്ചു തന്നിക്ക. ഒരു 100-200 കൂടി അയച്ചൂടെ അല്ലേ? ദാറ്റ്സ് ദാറ്റ്. അപ്പം ഞാൻ അതിങ്ങനെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോവാം. പച്ചക്കറി മേടിച്ചു. ചിക്കൻ വാങ്ങിക്കട്ടെ. ചിക്കൻ ആകുമ്പോൾ എന്താണെന്ന് അറിയുക, ഈസിയാണ് കറി വെക്കാൻ. നമുക്കൊന്നും തിങ്ക് ചെയ്യണ്ട, വേഗം അങ്ങ് വെക്കാം. മറ്റേ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ എനിക്ക് തീരെ ഒരു മൂടില്ല കഴിക്കാൻ. പിന്നെ എന്ത് വെക്കും എന്നുള്ള ആ ഒരു സംഭവം കൂടി. സുയാ ഭയങ്കര വെയിറ്റ് ഉണ്ട് പ്ലീസ്. ഞാൻ ചിക്കൻ വാങ്ങിക്കട്ടെ, അപ്പം കാണിക്കാം. No, make it for curry pieces, okay? Guys, ഈ ചേട്ടനാണ് എനിക്ക് എപ്പോഴും ചിക്കൻ വെട്ടി വൃത്തിയാക്കി തരാം. മുമ്പ് കിട്ടില്ലെന്നായി ക്ലീൻ ചെയ്തൊക്കെ തരും. ഗൈസ്, ഞാൻ ആദ്യം ഗൈസ് എന്ന് പറഞ്ഞതിൻ്റെ ശക്തിയൊന്നും എനിക്കിപ്പം ഇല്ല. ബിക്കോസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എൻ്റെ റൂമിലെത്തിയേ. എനിക്ക് അറിയാമായിരുന്നു. ലൈക്ക് ഞാൻ എസ്പെഷ്യലി ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാൽ ഇങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാക്കി പോകും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അവിടെ എത്തുമ്പോൾ ഞാൻ വേറെ പല വേണ്ടാത്ത സാധനങ്ങളും വാരിയിടും. എന്ത് ചെയ്യാനാ, ദാറ്റ്സ് ദാറ്റ്. ആൻഡ് ഇപ്പം വന്നു ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യാം. ലൈക്ക് ഇനിയിപ്പം ഞാൻ വന്ന് ചോറ് വെച്ച് കറി വെച്ച് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നാളെ രാവിലെ. സോ ദാറ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും പത്തിരി പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം അതും പത്തിരിയും കൂടി ഇപ്പം കഴിക്കാം. അത് കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് മാറ്റി എനിക്ക് ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകണം. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പം ലൈക്ക് ഒരു 6 o'clock ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടാകത്തില്ല, അവളടുത്ത് ഞാൻ പറഞ്ഞു, എടി നീ ഒരു 6 o'clock രാവിലെ എന്നെ വിളിക്കുമോ? കാരണം എന്നിട്ടാണ് എനിക്ക് എഴുന്നേൽക്കുക. അലാറം അടിഞ്ഞാലും ഞാൻ അങ്ങനെ ലൈക്ക് 6 മണിക്കൊന്നും ഞാൻ എഴുന്നേൽക്കുമോ എനിക്ക് വലിയ പിടുത്തമില്ല. സോ ദാറ്റ് ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, എടി നീ എന്തായാലും രാവിലെ എഴുന്നേൽക്കില്ല, അപ്പം നീ എന്തായാലും എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ഓക്കെ സെറ്റ് നാളെ അമ്പലത്തിൽ പോയി. ഞാൻ എന്നിട്ട് ചുരിദാർ വരെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവള് വിളിച്ചില്ല. അവള് രാവിലെ ഒരു 10 o'clock ശേഷമാണ് പറയുന്നത്, മെസ്സേജ് വെച്ചിട്ട്, എടി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ഞാൻ പോലും ഉറങ്ങിപ്പോയി, ഞാൻ പോലും എഴുന്നേക്കാൻ ലേറ്റായി. സോ അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം അമ്പലത്തിൽ പോവും എന്ന്. അപ്പം എനിക്ക് ഫുഡ് കഴിച്ച് കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോവാൻ വൈകുന്നേരം. സോ ദാറ്റ് ഇപ്പം കുക്ക് ചെയ്യാൻ നിന്നാൽ അതെന്തായാലും നടക്കാൻ പോകില്ല. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ അപ്പം മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. പക്ഷെ ചിലപ്പോൾ ഇന്നലെയൊക്കെ ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് വിശേഷം? ലുക്ക് ഇതൊക്കെ ഗൈസ്,
നിങ്ങൾക്ക് ഈ വള ഇഷ്ടമായോ? ഈ ബാങ്കിൾ ഇഷ്ടമായോ? നോക്കൂ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബാങ്കിൾ. ഓക്കെ, ഇത് ബാങ്കിൾ എന്നാണോ പറയാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല അല്ലേ. എനിക്കിത് ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ക്യൂട്ട് അല്ലേ. ഞാൻ എവിടെ പോയി ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ എവിടെ പോകുമ്പോഴും ഇതിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാ, ഇത് ഞാൻ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു സാധനം. യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ കമ്മൽ ഇഷ്ടമായോ? ഞാൻ നേരത്തെ ഓട്ടോന്ന് ചോദിച്ചു, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല. നൈസ് അല്ലേ? യാ, അപ്പം അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് കഥ പറഞ്ഞതൊക്കെ. ഇനി എനിക്ക് ലേറ്റ് ആവും, ഇനി എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, ഇതാക്കണം. ഞാൻ ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. ഇവിടെ വെയിലും എനിക്ക് ഭയങ്കര ചൂടെടുക്കലും ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒക്കെ ഒന്ന് സെറ്റായി ഞാൻ വന്നപ്പോൾ വെള്ളം കുടിച്ചൊക്കെ റെഡിയായി. അത്രേ ഉള്ളൂ അപ്പം പറയാൻ. വേറെ ഒന്നുമില്ല. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണിക്കാം. ഓക്കെ, ഞാനിതാ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരറക്കൊക്കെ കഴിഞ്ഞു, നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇൻസ്റ്റൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഇപ്പോൾ അതാ കുളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഈ കുളിക്കാന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ടൈം വേണം. യാതൊരു വലിയ ചടങ്ങാണ് ഗൈസ്. ഐ മീൻ തല വാഷ് ചെയ്യുന്നുണ്ടോ, ഹെയർ വാഷ് ചെയ്യുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ല ടൈം വേണം ഗൈസ്. ഞാൻ ഷാമ്പു കണ്ടീഷനൊക്കെ ഭയങ്കര ഓവറാക്കിയിട്ടാണ് കുളിക്കാം. അത് പറഞ്ഞപ്പോഴാണ് കുളിച്ച് കഴിക്കാൻ എനിക്കൊരു ശീലമുണ്ട്. വെള്ളം കുടിക്കാം. എനിക്കറിയില്ല, കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ദാഹം. ഞാൻ എപ്പോൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കണം. അതെൻ്റെ ഒരു ശീലമാണ്. ഞാൻ അങ്ങനെ എനിക്കറിയാം. അപ്പം അത്രേ ഉള്ളൂ. ഇനി എനിക്ക് ഒന്ന് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം അമ്പലത്തിലോട്ട് പോവാൻ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ച് ടൈം പോക്കുന്നില്ല. ഞാൻ മാറ്റി റെഡി ആയിട്ട് കാണിച്ചില്ല. അപ്പം ഗൈസ്, ഞാനിതാ റെഡി ആയിട്ടുണ്ട്. ചുരിദാറും ഈ ഒരു ചുരിദാർ ഞാൻ ഇന്നലെ നൈറ്റായാണ് ഇത് വെച്ചതാ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ വൈകുന്നേരം പോകാനാണ് ഗൈസ് വിധി. ജുംക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. അമ്പലം പൂട്ടൂലായിരിക്കും. ഞാൻ റെഡി ആയപ്പോൾ ബേബി അമ്പലം വരെ പൂട്ടാന്ന് വെച്ചത്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ദിസ് ഇസ് ചുരിദാർ. അപ്പം ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ എനിക്ക് ടൈം പോകും. അപ്പോൾ അമ്പലത്തിൽ ഇത്തിരി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഞാൻ കാണിക്കാം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാനിത് അമ്പലത്തിൽ ഇനി തൊഴുതിട്ട് വരാം. ഓക്കെ, പ്രാർത്ഥിച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇതിന് പുറത്ത് വന്നിരിക്കുക. എന്തോ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ഉണ്ട്. നല്ലൊരു ഫീലുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി വന്ന പോലെ, മൈൻഡ് ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അതിന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങണം കഴിച്ചിട്ട്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. നാളെ പോസ്റ്റിംഗ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്പലത്തിലേക്ക് പോവുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും, ഒരു മൈൻഡ് റിഫ്രഷ്മെൻ്റൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ എന്നാണോ പറയുക, വ്ളോഗ് എന്നാണോ പറയുക? ബൈ ബൈ.